SDPI ബന്ധത്തിന് വീണ്ടും കുടപിടിച്ച് കോൺഗ്രസ്. തൃശൂരിൽ SDPI ബന്ധത്തിന്റെ പേരിൽ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത വർഗീസ് ചൊവ്വന്നൂരിനെ എതിരായ നടപടി KPCC പിൻവലിച്ചു. ചൊവ്വന്നൂർ പഞ്ചായത്തിലെ കോൺഗ്രസ് SDPI ബന്ധത്തിന്റെ പേരിലാണ് വർഗീസിനെ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലിലാണ് KPCC മലക്കം മറിഞ്ഞത്. വിവരങ്ങളുമായി സാനു കെ സജീവ് ചേരുന്നു. സാനു, SDPI ബന്ധം നേരത്തെ അവസാനിപ്പിച്ചുവെങ്കിലും കോൺഗ്രസ് വീണ്ടും അത് വിളക്കി ചേർക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് ഏത് വിധേനയും വിജയിക്കുക എന്നുള്ള ഗൂഢലക്ഷ്യം ഇതിന്റെ പിന്നിലുണ്ടല്ലോ. എന്താണ് തൃശ്ശൂരിൽ സംഭവിച്ചത്? സാനു കെ സജീവ്. വിനോദ്, തൃശൂർ ചൊവ്വന്നൂർ പഞ്ചായത്തിലെ കോൺഗ്രസ് SDPI ബന്ധം ഉണ്ടായതിനെ തുടർന്നാണ് കോൺഗ്രസ് നേതാവായിട്ടുള്ള വർഗീസ് ചൊവ്വന്നൂരിനെതിരെ KPCC നടപടി സ്വീകരിക്കുകയും ഇയാളെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തിരുന്നത്. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ, നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ദിവസം അടുത്തതോടുകൂടി വർഗീസ് ചൊവ്വന്നൂരിനെതിരെയുള്ള നടപടി കോൺഗ്രസ് പിൻവലിച്ചിരിക്കുകയാണ്. അത് തിരികെ കോൺഗ്രസിലേക്ക് എടുക്കുകയാണ് ഇപ്പൊ ചെയ്തിരിക്കുന്നത്. അതിന് അവർ കാരണമായിട്ട് ഈ രഹസ്യമായിട്ട് പറയുന്ന കാര്യം, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വർഗീസ് അടക്കമുള്ളവർ സഹകരിക്കാതിരുന്നാൽ വലിയ തിരിച്ചടി കോൺഗ്രസിന് ഉണ്ടാകുമെന്നാണ് നേതൃത്വത്തിന്റെ കണ്ടെത്തൽ. വർഗീസ് അടക്കമുള്ളവർ വിട്ടുനിൽക്കുകയും അവിടെ വർഗീസിനെ അനുകൂലിക്കുന്നവർ വോട്ട് ചെയ്യാതിരിക്കുകയും ഒപ്പം തന്നെ SDPIക്കാരും കൂടെ പിന്തുണയ്ക്കാതിരുന്നാൽ അത് വലിയ തിരിച്ചടിയാകും എന്ന് നേതൃത്വം കണ്ടിരിക്കുന്നു. അതായത് വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ രഹസ്യമായിട്ടും പരസ്യമായിട്ടും ഇപ്പോൾ അവർ തമ്മിൽ ബന്ധമുണ്ടായിരിക്കുന്നു. SDPI വോട്ടുകളാണ് ചൊവ്വന്നൂരിലൂടെ കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. ചൊവ്വന്നൂരിനെ എന്തിന്റെ പേരിലാണോ പുറത്താക്കിയത് അതേ പേരിൽ തന്നെ ഇപ്പോൾ തിരിച്ചെടുത്തിരിക്കുന്നു, കോൺഗ്രസിലേക്ക് തിരിച്ചെടുത്തിരിക്കുന്നു. അതായത് അവർ ചൊവ്വന്നൂരിലെ ഈ ഒരു നടപടിക്ക് കാരണമായിട്ട് അവർ പറയുന്നത് വർഗീസ് വിട്ടുനിന്നാൽ തിരിച്ചടിയാകുമെന്നാണ് പുറമെ മേനിനടിച്ച് പറയുന്നെങ്കിലും ഉള്ളിൽ അങ്ങനല്ല. SDPI വോട്ട് തന്നെയാണ് ഇവരുടെ ലക്ഷ്യം. SDPI വോട്ടുകൾ കോൺഗ്രസിന്റെ പെട്ടിയിലേക്ക്, കൈപ്പത്തിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കുറുക്കു വഴി കൂടിയാണ് ഈ വർഗീസ് ചൊവ്വന്നൂരിനെ ഇപ്പോൾ കോൺഗ്രസിലേക്ക് സ്വീകരിച്ചുകൊണ്ടല്ല, പുറത്താക്കിയ വർഗീസ് ചൊവ്വന്നൂരിനെ തിരിച്ചെടുത്തുകൊണ്ട് ആ ഒരു പാലം അവർ പണിതിരിക്കുന്നത്. എന്തായാലും വർഗീയ വിഷം ചീറ്റുന്ന SDPI പോലുള്ള സംഘടനകളുടെ വോട്ട് കോൺഗ്രസിന് വേണമെന്ന് അവർ പരസ്യ നിലപാടെടുക്കുന്നതിന് തുല്യമാണ് ഇപ്പോഴത്തെ നടപടി. SDPIയെ പിണക്കാതെ മുന്നോട്ട് പോവുകയാണ് തൃശ്ശൂരിലെ കോൺഗ്രസ് നേതൃത്വം. വ്യക്തമാണ്. SDPI ബന്ധത്തിന് വീണ്ടും കുടപിടിക്കുകയാണ് കോൺഗ്രസ്. തൃശ്ശൂരിൽ SDPI ബന്ധത്തിന്റെ പേരിൽ പാർട്ടിയിൽ നിന്നും അകത്തി നിർത്തിയിരുന്ന, സസ്പെൻഡ് ചെയ്തിരുന്ന വർഗീസ് ചൊവ്വന്നൂരിനെ വീണ്ടും KPCC ആ നടപടി പിൻവലിക്കുകയാണ്. ചൊവ്വന്നൂർ പഞ്ചായത്തിലെ കോൺഗ്രസ് SDPI ബന്ധത്തിന്റെ പേരിലാണ് നേരത്തെ വർഗീസിനെ സസ്പെൻഡ് ചെയ്തിരുന്നത്. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലിൽ ഈ നടപടി KPCC പിൻവലിക്കുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു സാനു കെ സജീവ്. പാറശാല BJP സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഗിരീഷ് നെയ്യാർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനൊപ്പം എത്തിയാണ് അദ്ദേഹം പത്രിക നൽകിയത്. ജനങ്ങളിൽ നിന്ന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് എന്ന് അഡ്വക്കേറ്റ് ഗിരീഷ് നെയ്യാർ പറഞ്ഞു. മാറ്റം ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എല്ലാം നന്നായിട്ട് പോകുന്നുണ്ട്. എല്ലാ സ്ഥലത്തും പോകുന്ന സമയത്ത് നല്ല പ്രതികരണമാണ്. പാറശാലയിലെ ജനങ്ങളൊരു നല്ലൊരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. അവിടെ രാഷ്ട്രീയം മാത്രം പോരാ, നല്ലൊരു വികസനം, നാടിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് അവിടുത്തെ ജനങ്ങൾ, പാറശാലയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു.